AD 1-ാം നൂറ്റാണ്ടിലെ ഒരു സ്റ്റോയിക് ഫിലോസഫറാണ് സെനക്ക. AD 65 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഒരു യാത്രക്കാരൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ, ഒരു കാറ്റും യാത്രക്കാരന് ഫേവറബിൾ ആയിരിക്കില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കാറ്റിനെ ആശ്രയിച്ച് മാത്രമായിരുന്നല്ലോ കടൽ യാത്ര മുഴുവൻ. അപ്പോൾ കടൽ യാത്രയിലെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പായ്മരം കെട്ടി അതിനെ നിയന്ത്രിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ആ യാത്രക്കാരനൊരു ലക്ഷ്യബോധം ഉണ്ടാവണം, എവിടേക്കാണ് പോകുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ഇഫ് വൺ ഡസ് നോട്ട് നോ ടു വിച്ച് പോർട്ട് വൺ ഈസ് സെയിലിംഗ്, നോ വിൻഡ് ഈസ് ഫേവറബിൾ. ഏത് തുറമുഖത്തേക്കാണ് യാത്ര പോകുന്നത് എന്നുണ്ടെങ്കിൽ, എന്നതിനെക്കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ ഒരു കാറ്റും അനുകൂലമായിരിക്കില്ല. നമ്മുടെ ജീവിതം ഈ കടൽ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര ഒരു തീരത്ത് അണയണം. ആ തീരം എന്ന് പറയുന്നത് തുറമുഖമാണ്, തുറന്ന മുഖമാണ് തുറമുഖം, കടലിലേക്കുള്ള മുഖം. അപ്പം ആ തുറമുഖം ഏതാണ്, ഏത് തുറമുഖത്ത്, ഒരുപാട് തുറമുഖങ്ങളുണ്ട്, ഏത് തുറമുഖത്തേക്ക് എത്തിച്ചേരണം എന്നുള്ളത് യാത്രക്കാരൻ്റെ കയ്യിലിരിക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് ഒരുവൻ യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്ന കാറ്റിനെയോ കോളിനെയോ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം, തുറമുഖം ഏതാണെന്നുള്ളത് അറിവും, ആ അറിവ് നമുക്ക് നൽകുന്ന ഒരു ആവേശവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തോമസ് അക്വിനാസിൻ്റെ ഒരു മനോഹരമായൊരു പ്രയോഗമുണ്ട്, പ്രസ്താവനയുണ്ട്. ഇഫ് ദി ഹയസ്റ്റ് എയിം ഓഫ് എ ക്യാപ്റ്റൻ വെർ ടു പ്രിസർവ് ഹിസ് ഷിപ്പ്, ഹി വുഡ് കീപ്പ് ഇറ്റ് ഇൻ പോർട്ട് ഫോർ എവർ. തോമസ് അക്വിനാസ് നാച്ചുറൽ തിയറിയുടെ ഒക്കെ ഒരു വലിയ വക്താവായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. പുസ്തകം എഴുതി അദ്ദേഹത്തിൻ്റെ വയറ് വലുതായി കഴിഞ്ഞപ്പോൾ വയറിന് ഇരിക്കാൻ പാകത്തിന് മേശ വളച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് ഈ വളഞ്ഞ മേശകൾ നമ്മൾ കാണുന്നു പോലും. അതിൻ്റെ ഒരു ഉത്ഭവം എന്തുവാട്ടെ, ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാപ്റ്റൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം, ആഗ്രഹം, കപ്പലിന് ഒരു കേടുപാടും വരാതെ കാത്തു സൂക്ഷിക്കുക ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കപ്പൽ തുറമുഖത്ത് തന്നെ വെച്ചിരിക്കുക നല്ലതെന്നാണ് തോമസ് അക്വിനാസ് പറയുന്നത്. അത് ഒരുപാട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ, ചിന്തിക്കാൻ, പഠിക്കാൻ, മുന്നോട്ട് പോകാൻ ഒക്കെ ആവേശം തരുന്ന രണ്ട് പ്രസ്താവനകളാണ് രണ്ടുപേരുടേത്. സെനക്ക ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്, ഈവൻ ടു ലിവ് ഇറ്റ്സെൽഫ് ആൻ ആക്ട് ഓഫ് ബ്രേവറി. ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ, ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സാഹസമാണ്, ഒരു സംശയം വേണ്ട. അപ്പം അങ്ങനെ ഒരു സാഹസത്തെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് ഒന്ന്, യാതൊരു ത്രില്ലുണ്ടാവില്ല, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാവേശം ഉണ്ടാവില്ല. രണ്ട്, ഈ ജീവിതത്തിൻ്റെ യാത്ര ഒരു തുറമുഖത്ത് അണയേണ്ടതാണ് എന്നുള്ളൊരു അറിവുണ്ടാവണം. മൂന്ന്, ആ തുറമുഖം ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം യാത്രക്കാരൻ്റെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നാല്, ആ തിരിച്ചറിവോടുകൂടി യാത്ര ചെയ്യുന്നവന് മാത്രമേ ഈ യാത്രയിലുണ്ടാകുന്ന ഏത് കാറ്റിനെയും കോളിനെയും അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാറ്റല്ല നമ്മുടെ യാത്ര നിർണ്ണയിക്കുന്നത്, നമ്മുടെ തീരുമാനമാണ്. കാറ്റിനനുസരിച്ച് നമ്മുടെ യാത്രയുടെ ഗതി നമ്മൾ നിയന്ത്രിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിലാണ്. അപ്പം ആ യാത്രയിൽ നമ്മളാകുന്ന വഞ്ചിക്ക് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകും. അത് ഇതിൻ്റെ ഭാഗമാണ്, യാത്രയുടെ ഭാഗമാണ്. അതൊന്നും ഉണ്ടാവാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ തോമസ് അക്വിനാസ് പറഞ്ഞ മാതിരി കരയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലിൽ ഇതെല്ലാം നേരിടേണ്ടി വരും. ഇതിനെല്ലാം നേരിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. ആ ഒരു അറിവും നൽകുന്ന ഒരാവേശവും, ആവേശം നൽകുന്ന ധൈര്യവും, ധൈര്യം നൽകുന്ന ആ പ്രത്യാശയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.